ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു fezuskitchen. ഇന്ന് ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ദം പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ ഞാൻ ചിക്കനും ബീഫും അതുപോലെ കാടയും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ നമുക്ക് ബീഫ് മാത്രമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചിക്കൻ മാത്രമായിട്ടൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള കാടയൊന്ന് മാരിനേഷൻ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു 2 കാടയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊരു 2 ദം പൊറോട്ടയ്ക്കുള്ള കാടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനുള്ള മാരിനേഷന് വേണ്ടി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരല്പം റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടീസ്പൂൺ നാരങ്ങാനീര്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കാടയിൽ അങ്ങ് എല്ലായിടത്തും തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ 2 കാടയും മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്തെടുക്കണം. അപ്പോൾ 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാടയിലേക്ക് റെഡിയാക്കിയ മസാല ഒരല്പം ബാക്കിയുണ്ട്. അപ്പോൾ ഇതിലേക്ക് തന്നെ ബാക്കിയുള്ള പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ നാരങ്ങാനീര്, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് ചിക്കൻ ആയതുകൊണ്ട് ഞാനിതിലേക്ക് എഗ്ഗൊന്നും ചേർക്കണില്ല. അപ്പോൾ കൂടുതൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു എഗ്ഗ് ചേർക്കാം. അപ്പോൾ ഉപ്പൊന്നും നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഇത് ചിക്കന് കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ ചിക്കനും മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും 1 മണിക്കൂറെങ്കിലും മസാല ഒന്ന് പിടിക്കാനായി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബീഫ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ടാകും. അപ്പോൾ ഇത് വേവിക്കാനായി നമുക്കൊരു കുക്കറിലേക്ക് ഇടാം. 10-12 ചെറിയുള്ളി കട്ട് ചെയ്തത്. ചെറിയുള്ളി ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് ഇടാം, ഒരു ചെറിയ തക്കാളി, 1/2 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളം എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഈ ബീഫ് വേവുമ്പോൾ അതിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 4-5 വിസിൽ വരെ വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 3-4 ചെറിയുള്ളി കട്ട് ചെയ്തതിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഒരല്പം തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില, വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ്. അപ്പോൾ നമ്മൾ ബീഫ് ചെറിയൊരു ഗ്രേവി ആയിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് വെള്ളം വറ്റിക്കോട്ടെ. അപ്പോൾ ദേ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി പാനിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 2 മീഡിയം സൈസ് വലിയുള്ളി കട്ട് ചെയ്തത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടും. ഒരു പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം.
ചെറിയൊരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി തക്കാളി നന്നായി വെന്തുടഞ്ഞ് വരണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. അവസാനം ഒരല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കനും കാടയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു 10-12 ബദാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബദാമിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നമുക്കതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റാം. പിന്നെ ഒരല്പം അണ്ടിപ്പരിപ്പ് അതുകൂടി ഫ്രൈ ചെയ്യണം. കുറച്ച് ഉണക്കമുന്തിരി, ഇതൊക്കെ നമുക്ക് അവസാനം അതിന് മുകളിലായിട്ട് ഡെക്കറേഷൻ ഇട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ ഒരു വലിയുള്ളി കട്ട് ചെയ്തത് അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കാട ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കനും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദം പൊറോട്ടയിലേക്കുള്ള എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ്. അപ്പോൾ ഞാൻ ഒരു 2 പീസ് വാഴയില എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയ ശേഷം വാട്ടിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ പൊറോട്ടയും വേണം. പിന്നെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഇതൊന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കണം. നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള വാഴയില അത് ഇതിലേക്ക് അങ്ങ് ഇറക്കി വെക്കാം. ഒരു പൊറോട്ട വെക്കാം. ഇതിന് മുകളിലായിട്ട് ബീഫ് വെച്ച് കൊടുക്കാം. ചെറിയൊരു ഗ്രേവി ആയിട്ടാണ് കേട്ടോ ബീഫ് വേണ്ടത്. ഇതിന് മുകളിലായി ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്ത പീസ് പൊറോട്ട വെക്കാം. ഇതിന് മുകളിൽ നമ്മൾ ആ മസാലയാണ് വെച്ച് കൊടുക്കുന്നത്. ഒരല്പം മസാല വെക്കാം. പിന്നെ ചിക്കൻ്റെ പീസ് നമുക്ക് എത്ര വേണമെങ്കിലും വെക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഒരല്പം മല്ലിയില, പിന്നെ അടുത്ത ലെയർ പൊറോട്ട. ഇതിന് മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാട, പിന്നെ ഒരു 3 പുഴുങ്ങിയ കാടമുട്ട, ഇതിന് മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, ഒരല്പം ബദാം, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. അവസാനം ഒരല്പം മല്ലിയില. ഇനി നമുക്കിത് അടുത്ത വാഴയില വെച്ചിട്ട് കവർ ചെയ്യാം. ഇനി ഞാനൊരു ഫോയിൽ പേപ്പർ കൂടി വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവി ഒട്ടും പുറത്തേക്കൊന്നും പോവില്ല. അപ്പോൾ ഫോയിൽ പേപ്പറിന് പകരം നമുക്ക് വേണമെങ്കിൽ മൈദ കുഴച്ചിട്ട് പരത്തി ഇതുപോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമുക്കൊരു 5 മിനിറ്റോളം ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ദം പൊറോട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദം പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ മുകളിൽ നമ്മൾ കാടയാണ് വെച്ചിരുന്നത്. അടുത്ത ലെയറിൽ ആ ചിക്കനും കുറച്ച് മസാലയും അതിന് താഴെയായിട്ട് ബീഫും ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടോ? അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദം പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതിനോട് കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.